മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനം അനിശ്ചിതത്വത്തിൽ. പാർട്ടി നൽകിയ ലിസ്റ്റിൽ നിന്നും ഉള്ളവർക്ക് ഇതുവരെ നിയമനം കിട്ടിയിട്ടില്ല. മന്ത്രിമാർ സ്വന്തം നിലയിൽ സ്റ്റാഫ് നിയമനം നടത്താനാണ് ശ്രമം. പാർട്ടി നൽകിയ 150 പേരുടെ പട്ടികയിൽ നിന്നും ആരെയും നിയമിച്ചില്ല. മന്ത്രിമാർ ആളുകളെ കണ്ടെത്തിയെങ്കിലും അവർക്ക് നിയമന ഉത്തരവ് കിട്ടിയിട്ടില്ല. പാർട്ടി നിർദ്ദേശം മറികടക്കാനുള്ള മടിയാണ് കാരണമെന്നാണ് സൂചന. 30-ാം തീയതിയായിരുന്നു മുസ്ലിം ലീഗ് 5 മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിനായി തെരഞ്ഞെടുക്കാനുള്ള 150 പേരുടെ പട്ടിക നേതൃത്വം മന്ത്രിമാർക്ക് കൈമാറിയത്. എന്നാൽ ഇത്ര ദിവസമായിട്ടും ഈ പട്ടികയിൽ നിന്ന് ആരെയും നിയമിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു വിവാദമായി ഉയരുന്നത്. അതായത് ലീഗ് നേതൃത്വത്തിന് മന്ത്രിമാർ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ വഴങ്ങുന്നില്ല എന്ന ആരോപണമാണ് ഉയരുന്നത്. ഇതിൽ പ്രധാനമായിട്ടും നേരത്തെ ഈ ലിസ്റ്റിൽപ്പെട്ട പലരും തിരുവനന്തപുരത്ത് പോയിട്ട് മന്ത്രിമാരുടെ ഓഫീസുകളിൽ പ്രതീക്ഷയോടെ കാത്തിരുന്നെങ്കിലും നിയമനം നടക്കാത്ത സാഹചര്യത്തിൽ തിരിച്ചെത്തുകയായിരുന്നു. അതിനപ്പുറം മന്ത്രിമാർ തന്നെ അവർ താല്പര്യമെടുത്ത് പല പോസ്റ്റുകളിലേക്ക് നിയമനം ഇതിനകം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ പാർട്ടി നേതൃത്വത്തിൻ്റെ സമ്മതം ഈ ഒരു പട്ടിക നിലനിൽക്കുന്നതിനാൽ ലഭിക്കാത്തതിനാൽ അവർക്ക് ഔദ്യോഗികമായിട്ട് ഉത്തരവ് നൽകിയിട്ടില്ല എന്ന് മാത്രമാണ് ഇതിൽ ഉള്ള ഒരു കാര്യം. വിദ്യാഭ്യാസ വകുപ്പ് മാത്രമാണ് 5 പേരെ നിയമിച്ചതായിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. മറ്റുള്ളവരൊക്കെ തന്നെ ഓഫീസുകളിൽ അവർ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് ആർക്കും നിയമന ഉത്തരവ് നൽകിയിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ലീഗ് നേതൃത്വത്തിൻ്റെ അംഗീകാരം പൂർണ്ണമായി ഇതിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. മന്ത്രിമാരുടെ ഓഫീസ് പറയുന്ന വിശദീകരണം പരിചയസമ്പന്നരായ ആളുകളെ വേണം നിയമിക്കുവാൻ, അതല്ലെങ്കിൽ ഓഫീസിൻ്റെ പ്രവർത്തനം താറുമാറാകും. ഈ പട്ടികയിൽ പലരും പുതുമുഖങ്ങളാണ്, പാർട്ടി പ്രവർത്തനത്തിൽ മാത്രം പരിചയമുള്ളവരാണ്. അത്തരത്തിലുള്ള ആളുകളെ നിയമിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മന്ത്രിമാരുടെ ഓഫീസിൻ്റെ പ്രവർത്തനം അത് ബുദ്ധിമുട്ടിലാവുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ പട്ടികയിൽ നിന്ന് ആളുകൾ ഉൾക്കൊള്ളിക്കുന്നതിൽ താമസം വരുന്നത്, അല്ലെങ്കിൽ അതിൽ ബുദ്ധിമുട്ടുള്ളതെന്നാണ് മന്ത്രിമാരുടെ ഓഫീസ് അല്ലെങ്കിൽ മന്ത്രിമാർ നൽകുന്ന ഒരു വിശദീകരണമായിട്ടുള്ളത്. എന്താണെങ്കിലും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഈ ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് പാർട്ടി നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളത്. പാർട്ടിയെ പൂർണ്ണമായിട്ടും മന്ത്രിമാർ വഴങ്ങുന്നില്ല പാർട്ടിക്ക് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉയരുന്ന ആരോപണം. നേരത്തെ തന്നെ സ്ഥാനാർത്ഥി നിർണയം മുതൽ ഓരോ ഘട്ടങ്ങളിലും ലീഗ് നേതൃത്വം വളരെ സസൂക്ഷ്മമാണ് തീരുമാനങ്ങൾ എടുത്തിരുന്നത്. ഓരോ നേതാക്കളെയും അളന്നു മുറിച്ചാണ് സ്ഥാനാർത്ഥികളാക്കിയതെന്ന് വേണം പറയാൻ. അത്തരത്തിൽ തന്നെയാണ് സ്റ്റാഫ് നിയമനത്തിനുള്ള പട്ടികയും തയ്യാറാക്കിയിട്ടുള്ളത്. എന്തുതന്നെയാണെങ്കിലും ഈ വിവാദം ഇതിങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നത് ലീഗിനെ സംബന്ധിച്ച് വിവാദമാകുന്ന സാഹചര്യം അത് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു തിളക്കം കുറയ്ക്കുന്നതാണെന്ന് പറയാതെ വയ്യ. സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ തീരുമാനമാകുമെന്ന് നേതൃത്വം പറയുമ്പോഴും നേതൃത്വം പറഞ്ഞ ഈ പട്ടികയിൽ നിന്ന് എത്ര പേരെ മന്ത്രിമാർ ഉൾക്കൊള്ളിക്കുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. മന്ത്രിമാരുടെ പ്രവർത്തനം സുതാര്യമാകുവാനും നേതൃത്വത്തിൻ്റെ അറിവോടെയാകുവാനും വേണ്ടി കൂടിയാണ് അത്തരത്തിലുള്ള തീരുമാനം മുസ്ലിം ലീഗ് നേതൃത്വം കൈക്കൊണ്ടത്. പക്ഷേ ഇപ്പോഴും അതുമായി മുസ്ലിം ലീഗ് മന്ത്രിമാർ പൂർണ്ണമായും സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉയരുന്നൊരു വിവാദം. ഇത് നേതൃത്വം തന്നെ ഇടപെട്ട് പരിഹരിക്കുമെന്ന പ്രതീക്ഷയാണ് പ്രവർത്തകർക്കുള്ളത്. അഖിലോട് പറയൊപ്പം CB അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.